ഓണമായാൽ ഉണ്ട നിറയണം കണ്ടു നിറയണം എന്നൊക്കെ പഴമക്കാർ പറയാറില്ലേ? ഈ വർഷത്തെ ഓണം ഹരിക്കുട്ടന് ഉണ്ട നിറയാനുള്ളതാണ്. പിള്ളേരോണമായിട്ട് ഞാനൊരു ചെറിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഹരിക്കുട്ടൻ കഴിക്കുന്ന എരിവില്ലാത്ത കുഞ്ഞു കുഞ്ഞു കറികൾ കൂട്ടി ഞാനൊരു സദ്യ അങ്ങ് വെച്ചു. ആദ്യം തന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയും വെച്ചു. പിന്നാലെ ഇഞ്ചിക്കറിയും വെച്ചു. ബീട്രൂട്ട് പച്ചടി വെച്ചു. പപ്പടം വെച്ചു. പഴം വെച്ചു. ചോറിന് കൂട്ടായിട്ട് കട്ടിപ്പരിപ്പും മോര് കറിയും ഒക്കെയായിരുന്നു കേട്ടോ കറികളെ. അങ്ങനെ അവസാനം ചോറ് വിളമ്പി. ചോറ് ഒരു തവി മതി കേട്ടോ, കുഞ്ഞു വയറല്ലേ, അത്രയും തന്നെ ആവശ്യമില്ല. അങ്ങനെ ഈ വർഷത്തെ പിള്ളാരോണം ഹരിക്കുട്ടനും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് ഉണ്ണാനായിട്ട് അങ്ങനെ തയ്യാറെടുക്കുകയാണേ. 3 ഇലകളിലായി ഓണസദ്യ ഒരുക്കി ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഹരിയും ചേട്ടന്മാരെയും വിളിച്ചു കേട്ടോ. ദാ ഈ വരുന്നതാണ് കാത്തു, ഹരി എടുത്തിരിക്കുന്നതാണ് അനന്തു. ഇവരെല്ലാവരുമായിട്ട് ഹരി ഓണസദ്യ കഴിക്കാൻ തുടങ്ങിയേ. ഭക്ഷണക്കാര്യത്തിൽ ഞങ്ങൾ അല്പം പുറകോട്ടാണ് കേട്ടോ. എങ്കിലും മുതിർന്നവരിത് കഴിക്കുന്ന കാണുമ്പോൾ ഇളയവരും കഴിക്കുമല്ലോ. ചേട്ടന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഹരിക്കുട്ടനും കഴിച്ചു 1-2 പിടി. കൂട്ടത്തിൽ കുറച്ച് സ്വന്തമായി വാരിത്തിന്നാൻ തുടങ്ങിയാലേ അപ്പുറത്തെ ഇലയിലെ ചോറും കൂടെ ഇപ്പറേ വരുമെന്നുള്ളതുകൊണ്ട് കുറച്ച് ചോറൊക്കെ ഞാൻ വാരിക്കൊടുത്തു കേട്ടോ. ഈ സദ്യ കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആമിക്കുട്ടനെ. ആമിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ കാണാൻ നല്ല ചന്തമായിരുന്നു കേട്ടോ. 2 കുഞ്ഞുങ്ങളും 2 വലിയ കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ ഒരു മേളാങ്കമായേനെ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു. സദ്യ കഴിച്ചതിൻ്റെ ഒരു പങ്ക് കാക്കയ്ക്കും കൊടുത്തു. നമ്മുടെ വിശപ്പ് വന്നാൽ മാത്രം പോരല്ലോ, സഹജീവികളും നന്നായിരിക്കും. അങ്ങനെ ഈ വർഷത്തെ ഓണം പിള്ളേരോണം മുതൽ തുടങ്ങിയല്ലേ. ഏതായാലും ഹരിയും അനന്തവും കാത്തും എല്ലാം അവിടെ ഓടി നടന്ന് കളിക്കട്ടെ അല്ലേ. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.